സംവിധായകനായ വാപ്പിയുടെ മകനായ ജനനം, സിനിമാ ചർച്ചകൾ സജീവമായ വീട്ടിലെ ബാല്യം, ഒരുപാട് മികച്ച താരങ്ങളെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച സംവിധായകനായ വാപ്പ തൻ്റെ മകനിലും അഭിനേതാവിന് വേണ്ട താളമുണ്ടെന്ന് കണ്ടെത്തുന്നു. ആദ്യ സിനിമയ്ക്കായി മകനെ ഓഡീഷൻ ചെയ്ത വാപ്പ പറഞ്ഞു, അഭിനയത്തിൻ്റെ റിതം നിനക്കുണ്ടെങ്കിലും ഓർഗാനിക് ആയല്ല നിന്നിൽ നിന്ന് അഭിനയം ഉണ്ടാകുന്നത്, അത് കൃത്രിമമാണ്, ഓർഗാനിക് ആക്കാൻ ശ്രമിക്കണമെന്ന്. പക്ഷേ മലയാള സിനിമയ്ക്ക് മുൻകാലങ്ങളിൽ വൻ വിജയങ്ങൾ സമ്മാനിച്ച സംവിധായകൻ തൻ്റെ മകനെ വെച്ച് ചെയ്ത് ആദ്യ സിനിമ വൻ പരാജയമാകുന്നു. സിനിമ കണ്ടവർ ഇവനെയൊക്കെ വെച്ച് ആരെങ്കിലും സിനിമ ചെയ്യുമോ എന്ന് പരസ്പരം പറഞ്ഞു. സിനിമ അഭിനയം തനിക്ക് പറ്റിയ പണിയല്ലെന്ന് മനസ്സിലാക്കിയ ആ യുവാവ് എഞ്ചിനീയറിംഗ് പഠിക്കാനായി അമേരിക്കയിലേക്ക് പോയി. എഞ്ചിനീയറിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിലും താൻ തോൽവിയാണെന്ന്. അത് പാതി വഴിയിൽ വിട്ടു ഫിലോസഫി ചെയ്തു. 8 വർഷത്തിന് ശേഷം തിരികെ നാട്ടിലേക്ക്. തന്നിലൊരു നടനുണ്ടെന്ന് കണ്ടെത്തിയ തൻ്റെ വാപ്പയ്ക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് തെളിയിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന ബോധ്യത്തിൽ അയാൾ നടന്നു തുടങ്ങി. ആദ്യ സിനിമയിൽ തന്നെ കൂകി വിളിച്ചവരെ കൊണ്ട് അയാൾ പിന്നീട് നിർത്താതെ കൈയടിപ്പിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനെന്ന് പറയിപ്പിച്ചു. തൻ്റെ പേര് ഓരോ സിനിമാ പ്രേമിയിലും ആവേശമാക്കി മാറ്റി. തോൽവി വിജയത്തിന്റെ മുന്നോടിയാണെന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ച നടനാണ് ഫഹദ് ഫാസിൽ.